കുഞ്ഞിപ്പോ ഗതി കിട്ടാതെ അലയുകയായിരിക്കും. ആത്മാവിന്റെ പശി അടക്കാൻ ഒരു പിടി ചോറെങ്കിലും കൊടുക്കണ്ടേ മോളെ? പിതൃക്കൾക്ക് അന്നം കൊടുത്ത് പാരമ്പര്യമുള്ളവരല്ലേ നമ്മള്. ആരൊക്കെ എതിർത്താലും ആ ചടങ്ങ് നടത്തണം. എന്റെയും ശത്രുവിന്റെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്താൻ കർമ്മം ചെയ്യേണ്ടവളാ വർഷമോള്. അവൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ കർമ്മം ചെയ്യണമെന്ന് ഓർക്കുമ്പോ അച്ഛനൊരു സങ്കടം പറഞ്ഞതേ ഉള്ളൂ. മോളതൊന്നും കാര്യമാക്കണ്ട. ജഗനുണ്ടായിരുന്നെങ്കിൽ അവനെല്ലാ ഒത്താശകളും ചെയ്തേന്. മരണാനന്തര ചടങ്ങില് അവനും കൂടി പങ്കെടുത്തായിരുന്നെങ്കിലെന്ന് ഒരാഗ്രഹമുണ്ട്. നിനക്ക് ഞാൻ ലൈഫ് തരുവാണ്. ഹലോ, എന്താ പ്രകാശ? രമേശ, എനിക്കൊരു സഹായം വേണമായിരുന്നു. അതിനെന്താ, നീ പറ. അതെ, എനിക്ക് വളരെ വിശദമായിട്ട് ചോദിച്ചറിയേണ്ട കാര്യങ്ങളാ, ചില നിയമ സംശയങ്ങള്. പറ പ്രകാശ, എനിക്ക് ഉടനെ ഒരു പ്രതിയെ കൊണ്ട് മെഡിക്കലിന് പോകാനുള്ളതാണ്. എന്നാ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. അത് മതിയോ? നിന്റെ ഡ്യൂട്ടി ടൈമല്ലേ, ഫ്രീ ആകുമ്പോ മീറ്റ് ചെയ്യാം. പ്രകാശ, അത്യാവശ്യമാണെങ്കിൽ നാളെ ഉച്ച വരെ ഞാൻ ജില്ലാ കോടതി കാണും. നീ അങ്ങോട്ട് വന്നാലും മതി. സാരില്ല, അതൊക്കെ കഴിയട്ടെ. നേരിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങളാ. ശരി, എങ്കിൽ നമുക്ക് തിരക്ക് കഴിഞ്ഞിട്ട് കാണാം. മതി, അത് മതി, അത് മതി. ഇല്ല മോളെ. 500 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടോ? ഇല്ല. ചില സംശയങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല. രാജീവ് സാറിന്റെ അപകട സമയത്ത് എന്തവിടെ നടന്നെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതൊക്കെ ഞാൻ വന്ദനോട് വിശദമായിട്ട് പറഞ്ഞതല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എത്ര ആലോചിച്ചിട്ടും ചില സംശയങ്ങൾ ബാക്കി കിടക്കുന്നു. അപകടത്തിന് മുമ്പുള്ള ശരിയായ ചിത്രം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഓർമ്മയുള്ളത് വേണമെങ്കിൽ ഞാൻ വീണ്ടും പറയാം. അപകടം നടന്ന ദിവസം നല്ല മഴയുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് കാർ പഞ്ചായത്ത് ഓഫീസിലെത്തിക്കാൻ അച്ഛൻ ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു. വയസ്സായി എനിക്ക് പോലും ഈ റോഡ് നന്നായിട്ട് കാണാം. ഒന്നുമില്ല, നീ ചവിട്ടി വിട്, അല്ലെ നീ ഇങ്ങോട്ട് ഞാൻ ഓടിക്കാം. വേണ്ടച്ച, ഞാൻ തന്നെ ഓടിച്ചോളാം. അതെന്തിനാ പഞ്ചായത്ത് ഓഫീസിലെത്താൻ അച്ഛൻ ധൃതി കാണിച്ചത്? അന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ട ദിവസമായിരുന്നു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ വളരെ താമസിച്ച. ധാരാളം ഫോൺ കോളുകളും അച്ഛന് വരുന്നുണ്ടായിരുന്നു. അതിനാൽ കാർ ഓടിച്ചിരുന്നത് കുറച്ച് സ്പീഡിലായിരുന്നു. ആ മഴയത്ത് അത്രയും സ്പീഡിൽ കാർ ഓടിക്കാനേ പാടുള്ളതല്ലായിരുന്നു. പക്ഷേ അച്ഛന്റെ നിർബന്ധം മൂലം ഞാനതൊന്നും ഓർത്തില്ല. പെട്ടെന്നാണ് ഒരു കാർ ഏതോ ഒരു ദിശയിൽ നിന്ന് മുന്നിൽ വന്ന് പെട്ടത്. ഞാൻ സഡൻ ബ്രേക്ക് ചെയ്തതാ. പക്ഷേ കാർ തന്നെ നിയന്ത്രണം വിട്ട് ഒരു വശത്തായി വന്ന് കാറിലിടിച്ചു. ഇടിച്ച എന്റെ കാറിനേക്കാൾ ഇടിയേറ്റ രാജീവിന്റെ കാറിന് കൂടുതൽ ഡാമേജ് ഉണ്ടായതും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നീട് എന്താ ഉണ്ടായത്?
ഓടിക്കൂടി നാട്ടുകാരെല്ലാം ചേർന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച്. നീ ഇതെങ്ങോട്ടാ? അച്ഛാ ഒന്ന് നോക്കിയിട്ട് വരാം. ലോറി ഇടിച്ച കാറിൽ നമ്മുടെ കാറും കൂട്ടിയിടിച്ചിട്ടുണ്ട്. അച്ഛാ എന്താണ് അവസ്ഥ നോക്കിയിട്ട് വരാം. വേണ്ട, കാര്യമായി ഒന്നും സംഭവിക്കാതെ ഞാനും പിന്നാലെ ആശുപത്രിയിലെത്തി. ഇന്ന് രാവിലെ കാർ ആക്സിഡന്റിൽ പെട്ടവരെ ഇവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവരെ ഒന്ന് കാണാനാ. അവര് ഡിസ്ചാർജ് ആയി പോയല്ലോ. ഏ? ഈ കേസിലെ യഥാർത്ഥ പ്രതി ജഗനല്ല, മറ്റാരോ ആണ്. പക്ഷെ ജഗനെന്തിനെ കേസ് ഏറ്റെടുത്ത്? ആരെ രക്ഷിക്കാൻ? ആർക്കു വേണ്ടി? ഒരു പിടിയും കിട്ടുന്നില്ല.